ചോദിക്കാൻ നിങ്ങൾ ഇങ്ങനെ തടയുന്നു പോയല്ല. അതാണ് നമ്മൾ ആലോചിച്ചു നോക്കുന്നത്. തീരെ കഥ ഇല്ലാത്തൊരു വർഗമാണല്ലോ നിങ്ങൾ. ഒരു കാര്യം ചിന്തിക്കാൻ ഒരു കഴിവില്ലാത്തൊരു വിഭാഗം. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്? അന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ തന്നെ നിങ്ങളൊക്കെ ചെയ്യില്ല. അവനെ സ്വന്തം കാര്യം അതിനിപ്പോ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതും വിഷമിക്കുമല്ലോ നിങ്ങൾ. വല്ലാത്തൊരു കൗമ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ്, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നത്, ഈ ഇപ്പൊ ഇങ്ങനെ ഈ നായക്ക് ജനിച്ച മോനെന്ന് പറഞ്ഞു, അപ്പോ അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന് അനന്തരാവകാശം വല്ലതും ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം. പിന്നെ സംഗതിയിൽ അയാൾക്ക് വലിയ വിഷമം തന്നെയാണ്. കല്യാണത്തിന് പോയ ചോറ് അയാൾ ഇരിക്കണോ, അയാൾ കല്യാണത്തിന് വന്നിട്ട് മറ്റുള്ളവർ ആരും അടുത്ത ടേബിളിൽ ഇരുന്ന് ചോറൊന്നുമില്ല, നായിയല്ലേ വന്നിരിക്കണത്. ആ ഇറച്ചി പാത്രത്തിൽ കൈ വെച്ചാൽ അതും ആകെ നാശമായി, ചോറ് കൈ വെച്ചാൽ അത് നാശമായി, പ്ലേറ്റ് നാശമായി. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ അയാളിപ്പോ ആൾക്കാർ നിൽക്കുക? അയാൾ പോകുന്നിടത്തുനിന്നൊക്കെ അയാൾ ഒരു ജീവിതം, വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച ജീവിതം തന്നെയാണ്. എയ്ഡ്സ് പിടിച്ചോലെ മാതിരി. ആ നായിന്റെ മോനെ നേരത്തെ നേരം ആൾക്കാർ വിളിക്കുകയും ചെയ്യും. വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ചൊരു ജീവിതം തന്നെയാണ്. ഏതായിരുന്നാലും അങ്ങനെയൊന്നും പഠിച്ചു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പറയുമ്പോ എന്താ കീശേരി ഉസ്താദെ സഹിക്കാൻ പറ്റാത്തത്? ഞാൻ വേറെ സാങ്കല്പികമാണ്, പക്ഷേ അപൂർവമായെങ്കിലും അങ്ങനെ സംഭവിക്കാം. സംഭവിച്ചാൽ ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ അവന്റെ വിധി മനുഷ്യന്റെ വിധിയാണ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? ബുദ്ധിയും വിവേകവും ഉണ്ടോ എന്നാൽ അവർക്ക് മനുഷ്യന്റെ വിധിയാണ്. അപ്പൊ ഒറ്റക്ക് പാത്രത്തിൽ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടത്തിലിരുന്ന് ഒന്നിച്ച് ഭക്ഷിക്കാം, പരസ്പരം തൊടാം, പള്ളിയിൽ കയറാം, വുദൂ ചെയ്യാം, ഇമാമ് നിൽക്കാം, ഒക്കെ ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമുള്ള വിഷയമല്ല. പിന്നെ അൻവറോ നമുക്ക് പറഞ്ഞുകൂടായി ഉണ്ടായിട്ടല്ല, ഓരോന്നിനും ഓരോ നിളാം ഉണ്ടായാലേ ആ നിളാം അനുസരിച്ച് പോകലാണല്ലോ ഭംഗി എന്ന നിലക്ക. അല്ലാതെ എനിക്കിപ്പോ അതിനെ പറ്റിയിട്ട് അറിയാഞ്ഞിട്ടൊന്നുമല്ല. രാത്രി നമ്മൾ സ്ഥിരമായി ആദർശപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ ഈ ക്ലാസിന്റെ നടപടിക്രമപ്രകാരം നിളാം അനുസരിച്ച് പ്രത്യേകം ഒരു ടൈം നിശ്ചയിച്ച് ആ ടൈം അതിനായി വിനിയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്തലാണ് ബുദ്ധി. ഏതും ജീവിതത്തിലെ ചിട്ട അൻവർ മനസ്സിലാക്കിക്കോ. ജീവിതത്തിൽ മനുഷ്യന് ചിട്ട, നിളാമ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മറ്റ് ജീവികളിൽ നിന്നിട്ടും മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മനുഷ്യന് ഓരോന്നിനും ഒരു മുൻഗണനാക്രമം അനുസരിച്ച് ഇന്നപ്പോൾ ഇന്നത് ചെയ്യുക, ഇന്നത് ഇങ്ങനെ ചെയ്യുക എന്ന ചില ക്രമങ്ങളുണ്ട്. ലൈവ് വന്നണോ? അബൂ ഷാഫിയ കൈപൊക്കി കാണാനുണ്ട്. ലൈവ് വന്നിണെങ്കിൽ നോക്കാം, നിർത്താം. ഏതായാലും അപ്പൊ അതുകൊണ്ട് അത് പറ്റി നമ്മൾക്ക് അൻവർ വരികയാണെങ്കിൽ നമുക്ക് രാത്രി ആ സമയത്ത് വിശദമായി തന്നെ പറയാം. അതാണ് അതിന്റെ നിളാമ്. ആ നിളാം അനുസരിച്ച് പോകാതിരുന്നാൽ ഒരു നായകനില്ലാത്ത പടം നായപ്പട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അൻവർ? എന്നതുപോലെ ഏതിനും ഒരു നിളാമ് വേണം. നിളാമ് ആണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾക്ക് അതിന് പ്രത്യേകമായൊരു ടൈം ഉള്ളത് കൊണ്ട് ആ ടൈമിൽ ചർച്ച ചെയ്യാം എന്നതാണ്. അല്ലാതെ എപ്പോ വേണമെങ്കിലും പഠിക്കേണ്ട കാര്യം പഠിക്കുന്നതിന് എതിരുണ്ടായിട്ടില്ല, പക്ഷെ അതിനായിട്ടൊരു സംവിധാനം ഉണ്ടാവുമ്പോൾ അത് ഉപയോഗപ്പെടുത്തലാണല്ലോ ഭംഗി എന്ന നിലക്കാണ് ലൈവ് അല്ല എന്നാ പറയുന്നത് അബൂ ഷാഫിയ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അൻവറെ, ദ്വാ അള്ളാഹുവിനോട് മാത്രമാണ്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ചോദ്യമില്ല കേട്ടോ, ഇനി രാത്രി വന്ന് ചോദിച്ചു. അതായത് ചോദിച്ചതിന് ഞാൻ പറയാം. ദ്വാ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളും. മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ രൂപമാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തീർച്ചയായും എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നും അള്ളാഹു അല്ലാത്തവരെ ആരോട് പ്രാർത്ഥിക്കലും, അത് അൻവർ പറഞ്ഞേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചാലും വിളിക്കാതെ പ്രാർത്ഥിച്ചാലും, അതിന്റെ അർത്ഥം തന്നെ ഈ അൻവർ അമീൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്
ഏതോ വിവരമില്ലാത്ത ജാഹില് എഴുതി ചേർത്തതാ. വിളിച്ചോ വിളിച്ചില്ലേന്നല്ല, പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്ത ഏതൊരു പടപ്പിനോടും, പടപ്പുകളുടെ കൂട്ടത്തിലെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് പടപ്പിനോട് പ്രാർത്ഥിക്കലും ഷിർക്കാവുന്നു. ഷിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫറാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാവുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ഒരാളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല. അഥവാ ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാൾ മുഅ്മിനല്ല, കാഫറായി മുശ്രിക്കായി ചത്തുപോകും. പക്ഷെ പ്രാർത്ഥന എന്താണ് എന്ന് പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. അത് പഠിക്കാതെ അള്ളാഹു തആല കള്ള് ഹറാമാക്കിയിരിക്കുന്നു എന്ന് ഉണ്ട്. അള്ളാഹു തആല ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ആയത്ത് വെച്ചിട്ട് ഒരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ, ഖുർആനിൽ അള്ളാഹു തആല കള്ള് ഹറാമാക്കിയിട്ടില്ലേ, ഇത് കുടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ചോദിക്കടോ, ഇത് ചായയാണ്, അള്ളാഹു തആല ഹറാമാക്കിയത് കള്ളാണ്. കള്ള് എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥമാണ്. ഇത് ലഹരി ഇല്ലാത്ത വസ്തുവാണ്. അപ്പൊ ലഹരി പദാർത്ഥമാവുന്ന കള്ള് അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് കള്ള് കുടിക്കൽ മുഅ്മിനീങ്ങൾക്ക് ഹറാമാണ്. പക്ഷെ ചായക്ക് ലഹരി ഇല്ലാത്തത് കൊണ്ട് അത് കുടിക്കൽ ഹറാമില്ല. ഞാൻ ഈ കുടിക്കുന്നത് ലഹരി ഇല്ലാത്ത ചായയാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്ന ഹറാമിൽപ്പെട്ടതല്ല എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു എന്നാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാപണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഒരടിമ തന്റെ ഉടമയോട് ദയാദാക്ഷിണ്യത്തിന് അർത്ഥിക്കുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത്. അപ്പൊ ദുആയിൽ രണ്ട് ഭാഗം മുഴച്ചു കാണുന്നു. ഒന്ന്, ഉടമക്കാരനാണ് ഞാൻ, പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഉടമയാണ് എന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ അവന്റെ അടിമയാണ് എന്നുള്ള വിശ്വാസം. അപ്പൊ എല്ലാത്തിന്റെയും എന്റെയും ഉടമക്കാരനായ റബ്ബാവുന്ന രക്ഷിതാവ് ആണ് പ്രാർത്ഥിക്കപ്പെടുന്നവൻ എന്ന വിശ്വാസം. അപ്പൊ റുബൂബിയ്യത്ത് പ്രാർത്ഥിക്കപ്പെടുന്നവനിൽ ആരോപിക്കുകയും പ്രാർത്ഥിക്കുന്നവൻ ഉബൂദിയ്യത്ത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ അടിമയാണ് എന്ന ധാരണയിൽ നടത്തുന്ന അർത്ഥനയാണ് യഥാർത്ഥത്തിൽ ദുആ. അപ്പോ അല്ലാത്ത ഏതൊരു വസ്തു എന്റെ റബ്ബാണ്, ഇലാഹാണെന്ന നിലക്ക്, ഞാൻ അവന്റെ അടിമയാണ് എന്ന നിലക്ക് അവനോട് എന്ത് കാര്യം, വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ, എന്ത് കാര്യം ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ അത് ശിർക്കാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്, അള്ളാഹു ബഹുമാനിച്ചതും സ്നേഹിച്ചതുമായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ള വ്യക്തികളാണ്. അവര് മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന നിലക്ക് അവരോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറാവും. എന്നാൽ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട, അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച വ്യക്തികളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർ റബ്ബാണെന്ന് വിശ്വാസമില്ല, അവർ ഉടമക്കാരനാണെന്ന് വിശ്വാസമില്ല, മറിച്ച് അള്ളാഹു ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ചവരായത് കൊണ്ട് അവരോട് പറഞ്ഞാൽ അവർ ശുപാർശ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, ശുപാർശ ചെയ്ത് തന്നെ മനസ്സിലാക്കാതെ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവർ മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അവർക്ക് സഹായിക്കാനുള്ള കഴിവ് കൊടുത്താൽ ആ കഴിവിൽ നിന്ന് അവരെ നമ്മളെ സഹായിക്കും എന്ന നിലക്ക് സഹായം അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറാവും. പക്ഷേ ദുആ എന്ന് പറഞ്ഞാൽ ഉടമക്കാരനോട് അടിമ നടത്തുന്ന സഹായാർത്ഥനമാണ്. അപ്പൊ ഈ ഉടമ അടിമ ബന്ധം, താൻ അടിമയാണെന്നും ചോദിക്കപ്പെടുന്ന വ്യക്തി ഉടമക്കാരനാവുന്ന റബ്ബാണെന്നും വിശ്വാസം ഉൾക്കൊള്ളുന്ന നിലക്കുള്ള അപേക്ഷകള്, അർത്ഥനകളൊക്കെ ദുആ ആണ്. അത് അല്ലാഹു തആല അല്ലാത്തവരോട് ചെയ്യുന്ന ശിർക്കാണ്. അതോടുകൂടി അള്ളാഹ് ബഹുമാനിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന നിലക്ക് അവനോട് ചോദിക്കുന്നത് സഹായം തേടലാണ്. അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല, അത് കുഫറല്ല. ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ ഇനി ഇവിടെ ചോദിക്കാൻ പാടില്ല, പറയാൻ പേടിണ്ടായിട്ടല്ല, പക്ഷെ ടൈം
അങ്ങനെയാണ് നമ്മളെ നിലാം അനുസരിച്ച്. ഇപ്പോൾ ഫിഖിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അത് തുടർന്ന് ചോദിക്കാം. ബാക്കി ആശയപരമായ കാര്യങ്ങൾ അതിനായി നമ്മൾ STVയിൽ നിശ്ചയിച്ച ഒരു ടൈമുണ്ട്. ആ ടൈമിൽ വന്ന് വിശദമായി ചോദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ഫിഖിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾക്ക് മൈക്ക് നൽകുന്നു. അത് അൻവർ അഹമ്മദിന് വേണമെങ്കിലും ചോദിക്കാം ഫിഖിയായ കാര്യങ്ങൾ. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ നിദാമിനെതിരായതുകൊണ്ട് തുടർന്ന് മറുപടി ഉണ്ടാവുന്നതല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഒരാൾ ചോദിച്ചതാണ്. പ്രസവിച്ച സ്ത്രീകള് ശുദ്ധിയാവുന്നതിന് മുമ്പ് അവരുടെ നഖം മുറിക്കുന്നതിനോ മറ്റോ തടസ്സമുണ്ടോ? അല്ലെങ്കിൽ നഖം മുറിക്കണമെങ്കിൽ എന്താണ് അതിനെ ചെയ്യേണ്ടതെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. വിഷയത്തോടെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പ്രസവിച്ച സ്ത്രീകൾ നിഫാസിൽ നിന്ന് ശുദ്ധിയാവുന്നതിന് മുമ്പ് അത്യാവശ്യമുണ്ടെങ്കിൽ നഖം മുറിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമില്ലാത്ത സാഹചര്യത്തിൽ നഖം മുറിക്കൽ, മുടി നീക്കൽ തുടങ്ങിയവ കറാഹത്താണ്, ഹറാമില്ല. കാലം നല്ലതല്ല, കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അത്യാവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതും ആണ്. ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീകൾ മിക്കവാറും സ്ത്രീകൾക്ക് 40 ദിവസം വരെ നിഫാസ് ഉണ്ടാവും, പ്രസവിച്ച് രക്തം ഉണ്ടാവും. അപ്പൊ ഈ 40 ദിവസം വരെ നഖം മുറിക്കാതിരുന്നാൽ സ്വാഭാവികമായും നഖം വല്ലാതെ വളർന്നു വരികയും ചെറിയ പൈതൽ കുഞ്ഞിനെ എടുക്കുകയും വെക്കുകയും അതുപോലെ മുഴവൂട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നഖം കുഞ്ഞിന്റെ ശരീരത്തിൽ കൊണ്ട് മുറിവേൽക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് നഖം മുറിക്കുന്നതിന് കറാഹത്ത് പോലും ഇല്ല. അങ്ങനൊന്നും ഇല്ല, പ്രത്യേകമൊന്നും ഇല്ലെങ്കിൽ ഈ ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നഖം മുറിക്കൽ, മുടി നീക്കൽ പോലെയുള്ളത് കറാഹത്താണ്, ഹറാമില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. അനീസ് മൈക്കെടുക്കാത്തോണ്ടാട്ടോ. ഉസ്താദ്, എൻ്റെ ഒരു ചോദ്യം, ഈ ളുഹർ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയ ഒരാള് അസറിന്റെ സമയത്ത് ഇത് രണ്ടും കൂടെ നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നപ്പോ അസറിന് ഒരു ജമാഅത്ത് നടക്കുന്നുണ്ടാടെ. അപ്പൊ ആ ജമാഅത്തിൽ ആദ്യം കൂടെ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം, ഹലോ കേൾക്കില്ല, നോ മൈക്ക് നടക്കുന്നുണ്ടാടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അത് ആ ജമാഅത്തിന് കൂടെ വേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം ളുഹർ ആദ്യം നിസ്കരിച്ചിട്ട് പിന്നെ അസർ അയാൾ സ്വന്തം ഒറ്റ നിസ്കരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ളുഹറിനെ അസറിലേക്കോ അതല്ലെങ്കിൽ മഗ്‌രിബിനെ ഇശായിലേക്കോ പിന്തിച്ച് ജമ്മാക്കിയ ആള് പള്ളിയിൽ ചെന്നപ്പോ അവിടെ അസറിന്റെ അതല്ലെങ്കിൽ ഇഷാന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുത്ത് ആ അസർ അതുപോലെ തന്നെ ആ ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ളുഹർ അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സാധിക്കുമെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ അസർ നിസ്കരിക്കുക, അതുപോലെ തന്നെ ആദ്യം മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ഇശാ നിസ്കരിക്കുക. അത് സുന്നത്താ. തെർത്തീബ് പാലിക്കൽ, പിന്തിച്ച് ജമ്മാക്കിയോടത്ത് തെർത്തീബ് പാലിക്കൽ സുന്നത്താ. എന്നാൽ ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ അസർ നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്. അപ്പൊ ഈ ജമാഅത്താണ് കഴിഞ്ഞാലും മറ്റൊരു ജമാഅത്ത് കിട്ടും എന്ന് കണ്ടാൽ ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ രണ്ടാമത് കിട്ടുന്ന ജമാഅത്തിൽ അസർ നിസ്കരിക്കാം, അതാണ് നല്ലത്. അല്ല ഇപ്പോൾ തുടരുകയാണെങ്കിൽ ഇപ്പൊ ഈ അസറിന്റെ ജമാഅത്ത് കിട്ടും. ഇപ്പൊ ളുഹർ നിസ്കരിക്കാൻ നിന്നാൽ അസറിന്റെ ജമാഅത്ത് പിന്നെ കിട്ടൂല എന്ന് കണ്ടാൽ അവിടെ അസറിന്റെ ജമാഅത്തിൽ കൂടെ നിസ്കരിച്ചതിന് ശേഷം ളുഹർ നിസ്കരിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. മുന്തിച്ച് ജമാക്കുന്നോർത്ത് അങ്ങനെയല്ല, തെർത്തീബ് ഷർത്ത എന്ന് പറഞ്ഞാൽ ളുഹറിനെ അസറിലേക്ക് പിന്തിക്കുന്നതിന് പകരം അസറിനെ ളുഹറിലേക്ക് മുന്തിച്ചാണ് നിസ്കരിക്കുന്ന നോട്ടിക്കോളി. എന്നാൽ അവിടെ ആദ്യം ളുഹർ നിസ്കരിക്കണം, എന്നാലേ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഇടവേള ഉണ്ടായാൽ പറ്റൂല, പിന്നെ ജമ്മ് തന്നെ നടക്കൂല. അതൊക്കെ മുന്തിച്ച് ജമാക്കുന്നോടത്തുള്ള ഷർത്ത. പിന്തിച്ചാണെങ്കിൽ അതൊക്കെ സുന്നത്തേ ഉള്ളൂ. ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക,
രണ്ടാമത്തെ നിസ്കാരം പിന്നെ നിസ്കരിക്കുക, രണ്ടിന്റെ ഇടയിലും ഇടവേള വരാതിരിക്കുക തുടങ്ങിയതൊക്കെ സുന്നത്ത. അപ്പോ വേറൊരു ജമാഅത്ത് കിട്ടുമെങ്കിൽ തെർത്തീബായിട്ട് നിസ്കരിക്കലേ നല്ലത്. വേറെ ജമാഅത്ത് കിട്ടൂല എന്ന് കണ്ടാൽ തെർത്തീബാക്കാൻ നിൽക്കാതെ ഇപ്പോൾ ഈ ജമാഅത്തിൽ കൂടി അസർ നിസ്കരിച്ച് പിന്നീട് ളുഹർ നിസ്കരിച്ചാൽ മതി. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? അതെ, ക്ഷമിക്കണം, ഞാൻ മിഞ്ഞാന്ന് ചോദിച്ചിരുന്നു, ലാസ്റ്റ് ആയിരുന്നു ചോദിച്ചത്. അപ്പോ എനിക്കത് ഇവരേക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് ചോദിക്കുകയാണ്. സോ ഞാൻ ചോദിച്ചിരുന്നു, പിന്നെ ഈ ഇഫ്രാദൊക്കെ ആയിട്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാല് ആടിനെ ഇറക്കണം. ആടിനെ ഇറക്കാൻ കഴിയില്ലാത്ത ആളുകൾ 10 ദിവസം നോമ്പ് വെക്കണം. അതില് 3 നോമ്പ് ഇഹ്റാമിലായിരിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. ഈ ഇഹ്റാമിലായിരിക്കുമ്പോൾ ഡ്രസ്സ് ഇഹ്റാമിലായിരിക്കുക എന്ന് പറയുമ്പോൾ തുന്നപ്പെട്ട ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ലല്ലോ. ഇഹ്റാമിലാകുമ്പോൾ തുന്നപ്പെട്ട ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ലല്ലോ. അപ്പോ അതിന്റെ രൂപം അതെങ്ങനെയാ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഇഫ്രാദിന്റെ രൂപത്തിലല്ല നോമ്പ് വേണ്ടിയത്. അല്ലെങ്കിൽ ഇപ്പൊ കേൾക്കണ്ടല്ലോ. നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞ് പൂർത്തിയായിട്ടില്ല, ഇതിന്റെ ഇടക്കാണ്. അപ്പൊ ഇഫ്രാദിന്റെ രീതിയിൽ അറിവ് വരുന്നതല്ല, അദ്ദേഹം പോയിട്ടില്ലായിരിക്കും. മറിച്ച് അറിവ് വരിക തമത്വന്റെ രീതിയിലാണ്. ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ ചെയ്ത് തഹല്ലുലായി മക്കയിൽ താമസിച്ചു, ഹജ്ജിനടുത്ത സമയം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന രീതിയാണ് തമത്വന്റെ രീതി. അപ്പോഴാണ് അറിവ് നിർബന്ധമാകുക. അപ്പൊ പിന്നെ ഇഹ്റാമിൽ വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഹ്റാം ഒരു പക്ഷേ 5-ന്റെ അന്നോ 4-ന്റെ അന്നോ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് 5, 6, 7 അല്ലെങ്കിൽ 6, 7, 8 എന്നീ ദിവസങ്ങളിൽ ഹജ്ജിന്റെ ഇഹ്റാമിലായിരിക്കുമ്പോൾ നോമ്പെടുക്കുക. 9 അറഫ ദിവസമായതുകൊണ്ട് നോമ്പെടുക്കൽ കറാഹത്താണല്ലോ. അപ്പൊ 6, 7, 8 എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കുമ്പോൾ അതിന്റെ മുമ്പായി ഇഹ്റാം ചെയ്താൽ ഇഹ്റാമിൽ 3 ദിവസത്തെ നോമ്പ് കിട്ടും. പിന്നീട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം 7 നോമ്പ് നോൽക്കുക. അങ്ങനെ 3 നോമ്പ് ഇഹ്റാമിലും, അതായത് അറഫയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്തുകൊണ്ട് 3 ദിവസം നോമ്പ് നോൽക്കുക. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ബാക്കി 7 നോമ്പ് നോൽക്കുക. ഇത് തമത്വന്റെ രീതിയിലാണ് സാധാരണഗതിയിൽ വരിക. ചിലപ്പോൾ ഖിറാൻ ചെയ്താലും അങ്ങനെ വരും. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ അമല് മാത്രം ചെയ്യുമ്പോൾ ഹജ്ജും ഉംറയും 2 കൂടി ലഭിക്കുന്ന രീതിയാണ്. ഈ രീതിയിലും അറിവ് വേണ്ടി വരും. ഇങ്ങനെ തമത്വന്റെ അറിവ്, ഖിറാനിന്റെ അറിവ് സാമ്പത്തികമായി കഴിവില്ലാതെ വന്നാൽ ഇഹ്റാം ചെയ്തതിന് ശേഷം അറഫയിൽ പോകുന്നതിന് മുമ്പ് 3 ദിവസം നോമ്പ് നോൽക്കണം. അതിന് 6, 7, 8 എന്നീ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി അതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്തിട്ട് ഈ 3 ദിവസങ്ങൾ നോമ്പ് നോൽക്കുകയും ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം ബാക്കി 7 നോമ്പ് നോൽക്കുകയും ചെയ്യുക. ഇങ്ങനെ ഖിറാനിന്റെ രീതിയിലും ഈ തമത്വന്റെ രീതിയിലുമാണ് സാധാരണഗതിയിൽ ഫിദിയന്റെ നോമ്പ് വേണ്ടി വരിക. അത് ഇഹ്റാമിൽ ചെയ്യാൻ വസ്ത്രം എങ്ങനെ ധരിക്കുന്നു എന്നല്ല, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അറഫയിൽ പോകുന്നതിന് മുമ്പ് ഈ നോമ്പുകൾ നോറ്റിരിക്കുക എന്നാണ്. ഇനി അത് പറ്റാത്ത സാഹചര്യം വരികയോ മറ്റു വല്ല വാജിബാത്തുകൾ ഒഴിവാകുകയോ ചെയ്താൽ അവിടെ പിന്നെ ഇഹ്റാമിൽ പറ്റില്ല. ഇഹ്റാം അല്ലെങ്കിൽ ആദ്യം 3 ദിവസം നോമ്പ് നോൽക്കുക, എന്നിട്ട് പിന്നെ 10, 11, 12, 13 എന്നീ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ്. ആ 4 ദിവസവും പിന്നെ നാട്ടിലെത്താൻ വേണ്ട 1 ദിവസവും കൂട്ടിയിട്ട് 5 ദിവസം ഇടവിട്ട് ആദ്യം 3 ദിവസം നോമ്പ് നോൽക്കുക, പിന്നെ ഒരു 5 ദിവസം ഇടവിട്ടിട്ട് പിന്നെ ബാക്കി 7 നോൽക്കുക. ഇങ്ങനെ ചെയ്യണം. അപ്പൊ അവിടെ ഇഹ്റാമിലല്ല. അപ്പൊ ഇഹ്റാമിൽ നോൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ 3 നോമ്പ് ഇഹ്റാമിൽ നോൽക്കുക, പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം ബാക്കി 7 നോൽക്കുക.
അത് പറ്റുന്ന രീതിയാ പറഞ്ഞത്. ഹജ്ജിന് അല്ലെങ്കിൽ ഹജ്ജിനും ഉംറക്കും കൂടി നേരത്തെ ഇഹ്റാം ചെയ്ത് 9 നോമ്പ് 3 നോമ്പ് ഇഹ്റാമിൽ നോൽക്കുകയും പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം ബാക്കി 7 നോമ്പ് നോൽക്കുകയും ചെയ്യുക എന്നത്. ഓക്കെ.